ശ്രീ സജീവൻ, ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഇ ഡിക്ക് തിരിച്ചടി ഇന്നോ ഇന്നലെയോ നേരിടാൻ തുടങ്ങിയതല്ല. മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് ആദ്യം നോട്ടീസ് അയച്ചപ്പോൾ മുതൽ ഇവർക്ക് കോടതിയിൽ നിന്ന് തിരിച്ചടി നേരിട്ടുകൊണ്ടേയിരിക്കുകയാണ്. കാരണം നിയമവിരുദ്ധമായിട്ടാണ് ഇവർ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ കേന്ദ്രം ഭരിക്കുന്ന BJPയുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഏറാൻ മൂളികളുടെ സംഘമായി ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാറുന്നു എന്നുള്ളത് നേരത്തെ തന്നെ ബോധ്യപ്പെട്ടു. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപിൽ മുഖ്യമന്ത്രിക്ക് അയച്ച നോട്ടീസ് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ശ്രീ സജീവൻ, തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ പോലെ ED എന്ന് പറയുന്നത് ഒരു അന്വേഷണ വിഭാഗമോ അല്ലെങ്കിൽ ഒരു സർക്കാർ ഏജൻസിയോ മാത്രമല്ലാതെ വെറും ഒരു ഏറാൻമൂളികളായിട്ട് മാറുന്നത് 2014 ശേഷം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുകയല്ലാതെ കുറയുന്നില്ല. എല്ലാ സംസ്ഥാനങ്ങളിലും ഇതേപോലെ അനാവശ്യമായിട്ട് പ്രതിപക്ഷത്തുള്ള ആളുകളെ, തങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ പരമാവധി ബുദ്ധിമുട്ടിക്കുക, അങ്ങനെ ശ്വാസം മുട്ടിക്കുക എന്ന ആ ഒരു തത്വം അത് കേന്ദ്ര സർക്കാർ നമുക്ക് അറിയാം, നേരിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. ഫണ്ട് തടയുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിനപ്പുറത്ത് ബില്ലുകൾ പിടിച്ചു വയ്ക്കുന്ന രീതിയുണ്ട്. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ പുറമെ ഈ ഏജൻസികളെ, ED ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഈ രീതിയിൽ കയറൂരി വിട്ടുകൊണ്ട് എന്തും കാട്ടിക്കൂട്ടാനുള്ള അനുമതി കൊടുത്തുകൊണ്ട് രംഗത്തിറക്കിയിരിക്കുകയാണ്. ഇത് ഓരോ തവണയും കോടതികൾ തന്നെ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോടതിയും ഹൈക്കോടതികൾ പലതും ഇതേപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം നിങ്ങൾ എന്ത് അന്വേഷണമാണ് നടത്തിയത്, എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന രീതിയിൽ നടപടികൾ എടുക്കുന്നത് പലതവണ ചോദിച്ചാണ്. എന്നിട്ടും EDക്ക് കുലുക്കമില്ല. കാരണം അവർ ആജ്ഞാനുവർത്തികൾ മാത്രമാണ്. അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതിനനുസരിച്ച് പ്രവർത്തിക്കുക, അന്വേഷിച്ച് യാഥാർത്ഥ്യം കണ്ടെത്തുക. എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള വെട്ടിപ്പുകളോ തട്ടിപ്പുകളോ ഉണ്ടെങ്കിൽ അതിന്റെ യഥാർത്ഥ കാര്യങ്ങൾ കണ്ടെത്തുന്നതിന് പകരമായിട്ടും ഈ ശത്രു സംഹാരത്തിന് വേണ്ടി മാത്രമുള്ള, കേന്ദ്ര സർക്കാരിന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യാൻ മാത്രമുള്ള ഒരു ഏജൻസിയായിട്ട് ED മാറി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അതൊന്നും നമുക്ക് അത്ഭുതമില്ല. കാരണം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് 2014 ശേഷം ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്, കൂടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അത്ഭുതം തോന്നുന്നൊരു കാര്യം, ഇത് ഇപ്പോൾ ഈ ED കിഫ്ബി ബോണ്ട്, മസാല ബോണ്ട് പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഇത്തരത്തിൽ നോട്ടീസ് അയക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിക്ക് പോലും നോട്ടീസ് അയച്ച ഘട്ടത്തിൽ നമ്മുടെ പ്രതിപക്ഷം, ഇവിടെയുള്ള പ്രതിപക്ഷം UDFകാര്, അവര് കോൺഗ്രസ്സുകാർ, പ്രത്യേകിച്ച് കോൺഗ്രസ്സുകാര്, അവരിതിനെ ഒരു ഭയങ്കര സംഭവം, മുഖ്യമന്ത്രി എന്തോ ഒരു വെട്ടിപ്പ് നടത്തിയ, സംസ്ഥാന സർക്കാർ മൊത്തമായിട്ട് വെട്ടിപ്പ് നടത്തിയുള്ള രീതിയിൽ പറയുന്നു. അവരുടെ നേതാക്കന്മാർക്കെതിരെ പോലും സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും മുതൽ ഇവിടെ ചിദംബരം, കാർത്തി ചിദംബരം തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ എതിരെ ഈ സംഭവങ്ങൾ വരുമ്പോൾ അവർ വല്ലാതെ വലിയ വായിൽ കരയുകയും തിരിച്ച് EDയുടെ ഈ സ്വഭാവത്തെ രണ്ട് രീതിയിൽ നോക്കുന്നത്, അതാണ് ഏറ്റവും വലിയ ഇരട്ടത്താപ്പ്. ED ചെയ്യുന്നത് ആജ്ഞാനുവർത്തികളാണ്, ഏറാൻമൂളികളാണ്. കേന്ദ്ര സർക്കാർ ചെയ്യിക്കുന്നത് അവരുടെ അസഹിഷ്ണുതയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രതിപക്ഷത്തിലുള്ള മറ്റുള്ള പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസിനെ പോലുള്ള പാർട്ടികൾ ഈ രീതിയിൽ കൈകാര്യം ചെയ്യുന്നിടത്താണ് ഏറ്റവും തമാശയുള്ളത്. ഇപ്പോൾ ഇതിന്റെ ഇപ്പോഴത്തെ നടപടിയിൽ പോലും അവർ പറഞ്ഞുള്ള കാര്യം, അതായത് മുഖ്യമന്ത്രിക്കെതിരെയുള്ള നോട്ടീസിന്റെ കാര്യത്തിലൊക്കെ വന്നപ്പോൾ ഈ നേതാക്കന്മാർ ഓരോരുത്തരും നടത്തിയുള്ള പ്രതികരണം പോലും നമുക്കറിയാം. ഇതുകൊണ്ടാണ്, ഇത് കൃത്യമായിട്ട് അറിയാം, പ്രതിപക്ഷം ഒരിക്കലും ഒരുമിച്ച് നിൽക്കില്ല എന്ന് ബോധ്യമുള്ളത് കൊണ്ട് നരേന്ദ്രമോദിക്ക് ഓരോ ആളുകളെയായിട്ട് അടർത്തിയെടുത്ത് നശിപ്പിക്കാനായിട്ട് പറ്റും. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും പ്രതിപക്ഷം മൊത്തമായിട്ട് ഇത്തരം കാര്യങ്ങളിൽ EDയുടെ സ്വഭാവം, CBIയുടെ സ്വഭാവം തുടങ്ങിയിട്ട് ഈ അത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് ഒരേ മനസ്സോട് കൂടിയിട്ട് ഇത്തരം കാര്യങ്ങൾ ചെറുക്കുകയാണ് വേണ്ടത്.